ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളത്തെ കാറ്റത്തെ കിളിക്കൂട് ടൈമൊക്കെ ഒന്ന് മാറിപ്പോകണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഈ മഴയും കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് കറണ്ടും വൈഫൈയുടെയൊക്കെ ഒരു അപാകത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, മാക്സിമം കൃത്യസമയത്ത് തന്നെ ഇടാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നാളെ വരാനിരിക്കുന്ന പ്രൊമോ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. അതോടൊപ്പം നമ്മുടെ ഹൈപ്പ് എന്ന സ്റ്റാർ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ നിധി പുതിയ ഹോസ്റ്റലൊക്കെ നമ്മുടെ ഫ്രണ്ട് വഴി ആ ഹോസ്റ്റലൊക്കെ അറേഞ്ച് ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് എല്ലാം റെഡി ആയിട്ട് നേരെ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ വർക്ക് സൈറ്റിലോട്ട് വരികയാണ്. അങ്ങനെ സുഭാഷിനെ കാണണമെന്ന് നമ്മുടെ അവിനാശിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്. അപ്പോൾ അവിനാശ് വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ പണിയിലാണ്, ഞാൻ വിളിക്കാമെന്നിങ്ങനെ പറയും. അപ്പം നിധി പറയും, വേണ്ട, പണി കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ കുറേ കഴിഞ്ഞ് നോക്കുമ്പം നമ്മുടെ സുഭാഷ് നോക്കുമ്പോൾ നമ്മുടെ നിധി വന്ന് താഴെ നിൽക്കണു. സുഭാഷ് അവിടെ പണിയിലായിരുന്നു. അങ്ങനെ സുഭാഷ് ഓടി വരെയാണ്. എന്താ മോളെ, നീ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. സുഭാഷിന് സത്യം പറഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ നിധീനെ ഫേസ് ചെയ്യാൻ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നലെ ഉണ്ടായ സംഭവം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നിധി ആ സമയത്ത് നിധിയെ ഫേസ് ചെയ്യണ ഒരു ഇതുകൊണ്ട് സുഭാഷ് എന്നാലും നിധിയുടെ അടുത്തോട്ട് ഓടി വന്നു. എന്താ മോളെ നീ വന്നതെന്ന് ചോദിച്ചു ഓടി വരെയാണ് കേട്ടോ. അപ്പം നിധി പറയും, സുഭാഷ് ഏട്ടാ പണി നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നടന്നോട്ടെ. നീ എന്താ മോളെ വന്നപ്പോൾ തന്നെ പറയാതെ എന്നെ വിളിക്കാൻ പറയണ്ടായിരുന്നോ? അല്ല, അത് പണി നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതൊന്നും സാരമില്ല, അത് എനിക്ക് സുഭാഷ് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് കയറി പറഞ്ഞു കേട്ടോ, മോളെ ഇന്നലെ നടന്ന സുധീഷിൻ്റെ ഭാഗത്ത് ഉണ്ടായ ഒരു തെറ്റായിപ്പോയി മോളെ, ക്ഷമ പറയാൻ പോലും പറ്റിയ ഒരു കാര്യമല്ല മോൾ, എന്നാലും അവന് വേണ്ടിയിട്ട് ഒന്ന് ക്ഷമിക്കണം. നിൻ്റെ ഏട്ടനായിട്ടാണ് ഞാൻ പറയണത്, നീ ഒന്ന് ക്ഷമിക്കണം മോളെ എന്ന് പറയും. അപ്പോൾ നിധി പറയും, ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത് സുഭാഷ് ചേട്ടാ, അതായത് വേറൊന്നുമല്ല, ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് പോവാണ്. ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെയുള്ളൊരു ഫ്രണ്ടിൻ്റെ ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേൾക്കണത് ഇടി വെട്ടി എനിക്ക് സുഭാഷ് അങ്ങ് പുറകിലോട്ട് തെറിച്ചു. ഇങ്ങനെ എന്ന് വെച്ചാൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം. മോളെ നീ എന്താ ഈ പറയണേ, ഹോസ്റ്റലോ? നീ എന്തിനാ അങ്ങനെ ഹോസ്റ്റലിലൊക്കെ പോണേ? അതിൻ്റെ ആവശ്യമുണ്ടോ മോളെ? ഒരബദ്ധം അവന് പറ്റിപ്പോയതല്ലേ, മോളൊന്ന് ക്ഷമിക്കുക ഇങ്ങനെ പറയൂ കേട്ടോ. അല്ല സുഭാഷ് ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, സുഭാഷ് ചേട്ടൻ അരുതെന്ന് ഒരു വാക്ക് മാത്രം പറയില്ല, എനിക്കിനി അവിടെ പറ്റില്ല സുഭാഷ് ചേട്ടാ, എനിക്കിനി അവിടെ പഴയ പോലെ എനിക്ക് നിൽക്കാൻ എനിക്ക് കഴിയില്ല, കാരണം എനിക്ക് പറ്റില്ല സുഭാഷ് ചേട്ടാ. സുഭാഷ് ചേട്ടൻ വേറെ ഒന്നും നെഗറ്റീവായിട്ട് പറയില്ല, എൻ്റെ ധിക്കാരമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സുഭാഷ് ചേട്ടൻ ഞാൻ തീരുമാനിച്ച ഈ കാര്യം എടുക്കരുത്, കാരണം എൻ്റെ അവസ്ഥ അതായി പോയതുകൊണ്ടാണ്. എടി മോളെ, പറ്റിപ്പോയി, പക്ഷെ അതിനു വേണ്ടി വീട് വിട്ടു പോകണോ മോളെ? അതിൻ്റെ ആവശ്യമുണ്ടോ മോളെ? പരിചയമില്ലാത്ത സ്ഥലമല്ലേ, എങ്ങോട്ടാണ് അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? സുഭാഷിന് എന്ത് പറയണം, അല്ലെങ്കിൽ നിധിയുടെ അടുത്ത് എന്ത് പറഞ്ഞാൽ നിധീനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഒന്നും അറിയില്ല. സുഭാഷിന് വല്ലാത്തൊരു ടെൻഷനായി പോയിട്ടോ. അവസാനം നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടൻ ഒന്നും പറയണ്ട, സുഭാഷ് ചേട്ടൻ ഞാൻ പറയണത് ഒന്ന് സമ്മതിച്ച് തന്നാൽ മതി, എനിക്ക് സുഭാഷ് ചേട്ടൻ്റെ അടുത്താണ് മെയിൻ പറയേണ്ടത്, കാരണം ഞാൻ എൻ്റെ ഏട്ടനേക്കാളേറെ ഞാൻ സുഭാഷ് ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറ്റില്ല എന്ന് സമ്മതിക്കില്ല എന്ന് മാത്രം പറയില്ലേ എന്നൊക്കെ പറയാം. അവസാനം സുഭാഷ് എന്താ പറയേണ്ടത്? കാരണം എന്ന് വെച്ചാൽ സുഭാഷിന് ന്യായീകരിച്ച് പറയാനും ഇതിലൊന്നുമില്ല, കാരണം തൻ്റെ അനിയൻ്റെ ഭാഗത്ത് നിന്ന് അത്രയ്ക്കും വലിയൊരു തെറ്റാണ് നിധിയോട് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ അത് ന്യായീകരിച്ച് പറയാനും ഒന്നുമില്ല. അപ്പോൾ സുഭാഷ് പറഞ്ഞ മോളെ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ അവിനാശിനെ വിട്ട് ഒരു ജ്യൂസ് മേടിച്ച് കൊടുക്കാൻ കേട്ടോ, അത് കുടിക്കാനൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് അകത്ത് പോയിട്ട് ആരും കണ്ട് കുറേ അങ്ങോട്ട് കരയാണ്. കാരണം എന്ന് വെച്ചാൽ സുഭാഷിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, സ്വന്തം അനിയത്തി കുട്ടിയെ പോലെയാണ് നിധിയെ കണ്ടിരുന്നത്. വല്ലാത്തൊരു വിഷമമായിപ്പോയിരുന്നു, ആരും കാണാണ്ട് സുഭാഷ് അവിടെ നിന്ന് കരഞ്ഞിട്ട് ആ കണ്ണൊക്കെ തുടച്ചിട്ട് പിന്നെയും നിധിയുടെ അടുത്ത് വരെയാണ്. നിധിക്ക് ഇതെങ്ങനെ സുഭാഷിൻ്റെ അടുത്ത് പറയൂ എന്നുള്ളൊരു വിഷമം നിധിക്കുണ്ടായിരുന്നു. ഒടുവിൽ സുഭാഷ് പറഞ്ഞു, മോളെ നിൻ്റെ തീരുമാനം തന്നെ നടക്കട്ടെ, സാരമില്ല, നിനക്കതാണ് ചെയ്യാൻ ശരിയെന്ന് തോന്നുന്നെങ്കിൽ നീ ചെയ്തു എന്ന് പറയും. അപ്പം പറയും, ഞാനും എന്തായാലും കൊണ്ടാക്കാൻ വരാം മോളെ എന്ന് പറയും. അപ്പം നിധി പറയും, അല്ലെങ്കിലും സുഭാഷ് ചേട്ടൻ വരണം, എനിക്ക് ഗാർഡിയനായിട്ട് സുഭാഷ് ചേട്ടൻ അവിടെ ഒന്ന് സൈൻ ചെയ്ത് തരേണ്ടതായിട്ടൊക്കെ ഉണ്ട്, അല്ലാണ്ട് അവരെടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വരാൻ മോളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി എന്തായാലും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാം, സുഭാഷ് ചേട്ടൻ നേരത്തെ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. ആയിക്കോട്ടെ മോളെ എന്ന് പറയും കേട്ടോ. അങ്ങനെ നിധി നിറ കണ്ണുകളോടെയാണ് കേട്ടോ അവിടെ നിന്ന് സുഭാഷിൻ്റെ അടുത്ത് നിന്ന് പോകണം. കാരണം നിധിക്കറിയാം സുഭാഷിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ ഇനി നിധി ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യേണ്ടി പറഞ്ഞത് ഇനിയിപ്പം നികേഷിനെയാണ്. കാരണം ഇതൊട്ടും തന്നെ നികേഷ് ഉൾക്കൊള്ളൂല കേട്ടോ. അങ്ങനെ വൈകിട്ടായ സമയത്ത് നമ്മുടെ സുഭാഷും നികേഷും വെളിയിൽ ഹാളിൽ ഇരിക്കുകയാണ്. അപ്പം നിധി ബാഗും കാര്യങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം
പോണ കാര്യം ഭാസ്കരനും അറിഞ്ഞു. അപ്പോൾ അവർ ആരും 3 പേരും ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് നികേഷിനാണെങ്കിലും കേട്ടിട്ട് നികേഷിന് അത് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഹരീഷും സുധീഷും കൂടെ ബൈക്കിൽ വരെയാണ്. സുധീഷിൻ്റെ അവസ്ഥ പറയണ്ട. കാരണം സുധീഷിന് ജീവിതത്തിൽ പറ്റാവുന്ന ഏറ്റവും വലിയൊരു തെറ്റ് ആയിപ്പോയത്. ഒരിക്കലും ആ ഒരു ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് സുധീഷ് ചെയ്തതല്ല. പക്ഷേ സുധീഷ് ഭാസ്കരൻ്റെ വാക്കും തോമസ് ഏട്ടനും എല്ലാവരും കൂടെ പറഞ്ഞ് സുധീഷിനെ അങ്ങോട്ട് മനസ്സിൽ വല്ലാണ്ട്, എന്ന് വെച്ചാൽ നീ ഒരാളായിട്ട് ഇങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം, ഒരു ഭാര്യ എന്ന രീതിയിൽ നീ അവളെ നീ കയ്യിലെടുക്കണം, നീ അകന്നു മാറി കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെന്നൊക്കെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധീഷ് അത് ആ ബിയറും കൂടെ അടിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് ആ ഒരു മൈൻഡിൽ അങ്ങനെ അങ്ങ് പോയി കിടന്നുപോയി. പക്ഷേ നിധിയുടെ ദേഹത്ത് പോലും സുധീഷ് തൊട്ടില്ല. പക്ഷേ തെറ്റ് തന്നെയാണ്, ന്യായീകരിച്ചിട്ട് കാര്യമില്ല. കാരണം നിധി ആ രീതിയിൽ സുധീഷിനെ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടായിരിക്കും നിധിക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഇവർ കയറി വന്നപ്പോൾ ഇവരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്, ബ്ലിങ്കായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നികേഷ് പറയണത്, നിങ്ങൾക്ക് സമാധാനമായല്ലോ സുധീഷിനെ ഷർട്ടേ കയറി പിടിച്ചിട്ട്, നിധിയേട്ടത്തി ഇവിടം വിട്ട് പോവാ, നിധിയേട്ടത്തി ഹോസ്റ്റലിൽ പോവാ. അപ്പോൾ സുധീഷ് എന്ത് സുഭാഷേട്ടാ അവൻ നീ പറയണത്, നീ എന്തൊക്കെയാണ് നികേഷെ പറയണത്? അപ്പോൾ പറയും നിധിയേട്ടത്തി പോവാണ്, നിധിയേട്ടത്തി ഹോസ്റ്റലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോഴേക്കും സുഭാഷിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട് സുധീഷ് ചോദിക്കും, എന്തൊക്കെയാണ് ഇവൻ പറയണത്? സുധീഷ് ചേട്ടാ ഒന്ന് പറയും, സുധീഷ് ചേട്ടാ അവളോട് പോകണ്ടെന്ന് പറയാം. കാരണം സുധീഷിന് വല്ലാത്തൊരു വെപ്രാളവും പിടപ്പും ഒക്കെ ആയിപ്പോയി. കാരണം നിധി പോകുമോ എന്നുള്ളൊക്കെ ഒരു ടെൻഷനായിപ്പോയി. അപ്പോഴേക്കും നിധി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെളിയിലോട്ട് വന്നു. അപ്പോൾ സുഭാഷ് ചേട്ടാ ഒന്ന് പറയും, സുഭാഷ് ചേട്ടാ നിധിയുടെ അടുത്ത് പോകണ്ടെന്നൊന്ന് പറയും സുഭാഷ് ചേട്ടാ, അവൾ പോവും സുഭാഷ് ചേട്ടാ. അപ്പം നികേഷിൻ്റെ അടുത്ത് വന്നു കേട്ടോ. നികേഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ ഇങ്ങോട്ടൊന്നും പറയരുത്. അപ്പോഴേക്കും നിധിയുടെ അടുത്ത് നികേഷ് പറയും, നിധിയേട്ടത്തി പ്ലീസ് ഒന്ന് പോകാണ്ടിരുന്നൂടെ നിധിയേട്ടത്തി എന്ന് ചോദിക്കും കേട്ടോ. വിമ്മി പൊട്ടിയാണ് കേട്ടോ നികേഷ് ചോദിക്കുന്നത്. മോനെ നീ എന്നോട് ഒന്നും പറയില്ലേ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാം, ഞാനും ഇങ്ങോട്ട് വരും, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാമല്ലോ, നീ ഒന്നും മറുത്ത് പറയരുത് നിധിയേട്ടത്തി, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ എന്തായാലും നിൽക്കില്ല, ഞാൻ പോവുക എന്നെ ചെയ്യും. എന്നാലും നിധിയേട്ടത്തി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ നിധിയേട്ടത്തി, പ്ലീസ് നിധിയേട്ടത്തി എന്ന് പറയും. പക്ഷെ അതൊക്കെ നിധിക്ക് താങ്ങാൻ പറ്റൂല കേട്ടോ നികേഷ് ആ കെഞ്ചണതൊക്കെ. പക്ഷേ എങ്കിലും നിധി എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും നിധി വെക്കൂല കേട്ടോ. അവസാനം സുഭാഷ് ചേട്ടാ ഒന്നും പറയും, സുഭാഷ് ചേട്ടാ ഒന്നും പറയുമെന്ന് പറഞ്ഞ് ഇങ്ങനെ സുഭാഷിൻ്റെ പുറകെ നിന്ന് പറയണം കേട്ടോ. ഞാൻ എന്ത് പറയാനാ, എന്ത് അർത്ഥത്തിൽ അവൾ ഇവിടെ നിൽക്കണേ? നീ അമ്മാതിരി തെറ്റല്ലേടാ ചെയ്തത്, ഞാൻ എന്ത് പറഞ്ഞ് എന്ത് ധൈര്യത്തിൽ അവളെ ഇവിടെ നിർത്തണേ? എങ്ങനെ സുഭാഷ് ചേട്ടാ അവൾ പൊക്കോട്ടെ. അപ്പോൾ സുധീഷ് പറയും, സുഭാഷ് ചേട്ടാ എന്താ ഈ പറയണേ? എന്നിട്ട് സുധീഷ് നേരെ നിധിയുടെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ. എന്നിട്ട് പറയും, നിധി പ്ലീസ് നിധി, ഞാനൊരു തെറ്റ് ചെയ്തു, തെറ്റാണത് എനിക്കറിയാം, ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോളാം നിധി, നീ പോവല്ലേ നിധി, പ്ലീസ് നിധി. എടോ തൻ്റെ അഭിനയവും ആക്ടിങ്ങും ഒന്നും ഇനി വേണ്ട, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാണ്, തന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് നിധി എനിക്ക് തടസ്സം നിൽക്കരുത്, പോണ സമയത്തെങ്കിലും എന്നെ ഒന്ന് സമാധാനത്തിൽ ഒന്ന് വിടാവോ എന്നിങ്ങനെ സുധീഷിൻ്റെ അടുത്ത് പറയൂ കേട്ടോ. സുധീഷ് എന്നിട്ടും വിടണ്ട നിധി, ഞാൻ കാല് പിടിക്കാൻ നിധി. പക്ഷേ അതൊക്കെ കണ്ടിട്ട് ഹരീഷിനും നികേഷിനൊക്കെ ഭയങ്കര വിഷമമാവാണ് കേട്ടോ. അതിനേക്കാളേറെ ഭാസ്കരനാണെങ്കിൽ ഫ്രണ്ട് ഇരുന്നിട്ട് വല്ലാണ്ട് ഇമോഷൻ ആവുകയാണ്. കാരണം വെച്ചാൽ ആ സീനൊക്കെ ഭയങ്കര ഇതാണ്. കാരണം അവരെ അത്രത്തോളം നിധീനെ അവർ ഉൾക്കൊണ്ടൊക്കെയാണ്, അവരെ വീട്ടിൽ അവരെ സ്വന്തം ഒരു പെങ്ങളെ പോലെയാണ്. അപ്പം സുധീഷിൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി അത് തിരുത്താനും പറ്റില്ല. ക്ഷമ പറയാനല്ലാണ്ട് സുധീഷിനെ കൊണ്ട് ഇനിയിപ്പോൾ ഒന്നും പറ്റിയില്ല. അപ്പോൾ അത് പറ്റിയും പോയി, ഇനിയിപ്പോൾ നിധി പോവാണ്ടിരിക്കാൻ എന്താ, എല്ലാവർക്കും ആകെ വിഷമമായി. അങ്ങനെ നിധി ഹരീഷിൻ്റെ അടുത്തും ഒക്കെ യാത്ര പറഞ്ഞ് പോവാണ്. അപ്പം നമ്മുടെ സുഭാഷ് പറയും, മോളെ ഞാൻ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി ഡ്രസ്സൊക്കെ മാറി നിധിയിലേന്ന് ആ ബാഗ് വാങ്ങിക്കോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം, വെളിയിൽ നിന്ന് നമുക്ക് ജംഗ്ഷനിൽ ചെന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്ന് പറയും. സുഭാഷ് പൊട്ടി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ അതൊന്നും ആരുടെ മുന്നിലും പ്രകടിപ്പിക്കാണ്ട് തന്നെ സുഭാഷ് നിൽക്കുകയാണ്. അവസാനം സുധീഷ് പുറകെ നടക്കണം, നിധി പോവല്ലേ നിധി. സുധീഷ് ശരിക്കും കരയാണ് കേട്ടോ. അപ്പോൾ നിധി ഉമ്മറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭാസ്കരൻ അവിടെ നിൽക്കുകയാണ്. അച്ഛൻ ഞാൻ പോവാണെന്ന് പറയും. അപ്പം ഭാസ്കരൻ തല കുലുക്കും. ഭാസ്കരൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും പേര് കെഞ്ചി പറഞ്ഞിട്ട് കേട്ടില്ല, ഇനിയിപ്പോൾ ഭാസ്കരൻ പറഞ്ഞാലും നിധി ഇട്ട് കേൾക്കാനും പോകുന്നില്ല. അങ്ങനെ അവർ നടന്നു പോകണു. സുധീഷ് അങ്ങോട്ട് നെഞ്ച് പൊട്ടി നിൽക്കുകയാണ്, നികേഷ് അങ്ങോട്ട് പൊട്ടി കരയാണ് കേട്ടോ. അങ്ങനെ നിധി തിരിഞ്ഞു നോക്കി അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി ഓട്ടോ പിടിച്ച് അവർ പോവാണ്, ഹോസ്റ്റലിലെത്തണം. അപ്പോൾ ഈ ഓട്ടോ ഇരിക്കുന്ന സമയത്തും സുഭാഷും ഒന്നും മിണ്ടുന്നില്ല, നിധിയും ഒന്നും മിണ്ടുന്നില്ല. രണ്ടുപേരും ഉള്ളിൽ ആ സങ്കടം പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹോസ്റ്റലിലെത്തി വാർഡനെ കണ്ടു. അപ്പോൾ ഇതാരാന്ന് നിധിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ എൻ്റെ ഏട്ടനാണെന്ന് പറയാം.
പറയും. അപ്പം എൻ്റെ അനുജത്തിയാണെന്ന് അത് തിരിച്ച് സുഭാഷും പറയുന്നുണ്ട്. എന്നിട്ടൊരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. ബാലൻസ് കൊടുക്കാനുള്ള പൈസ അത് വാർഡൻ പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ സുഭാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിധിയുടെ അടുത്ത് പറയാം, മോളെ നീ ഇവിടെ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല സുഭാഷ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ബാഗ് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിധി റൂമിൽ പോയി ബാഗൊക്കെ വെച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പം ആ സമയം നമ്മുടെ സുഭാഷ് കുറച്ച് ക്യാഷ് എടുത്ത് നിധിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. മോളിത് വെച്ചോ, ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും മോളെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നിധി വേണ്ട സുഭാഷ് ചേട്ടാ, എന്നോടൊന്നും തോന്നരുത് സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറയാം. ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അവസാനം സുഭാഷ് നിർബന്ധിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കും. മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാനായിട്ടോ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് കടിച്ച് പിടിച്ച് ആ സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ആ സമയം നിധിക്ക് അങ്ങോട്ട് ചങ്ക് പൊട്ടി കണക്ക് വിഷമായി പോവുകയാണ്. നിധി റൂമിൽ പോയി കരയാണ്. സുഭാഷിൻ്റെ കണ്ണുകൾ നിറയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് സുഭാഷ് അവസാനം വീട്ടിലെത്തുന്നു. അപ്പോൾ സുഭാഷിനെയും കാത്ത് അവരൊക്കെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ സുധീഷ് സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഭാസ്കറിൻ്റെ കൂടെ. നിങ്ങളൊരൊറ്റൊരുത്തൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് ഭാസ്കറിനുമായിട്ട് വടിയൊക്കെ എടുത്ത് ഭാസ്കറിനെ അടിക്കാനൊക്കെ പോകണു. ഹരീഷ് പിടിച്ച് മാറ്റണു. അങ്ങനത്തെ സീനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആ ഒരു രാത്രി അങ്ങനെ അങ്ങ് പോയി. നിധിക്കാണെങ്കിൽ ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല. കാരണം വീട് വിട്ട് മാറി ഈ സമയത്തൊക്കെ ഭക്ഷണം കഴിച്ച് കുറേ നേരം എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്നൊക്കെ സംസാരിക്കുന്നതല്ലേ വീട്ടിൽ. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ നിധിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. അങ്ങനെ ആ സമയത്ത് നിധി വീട്ടിൽ ഓർക്കുകയാണ്. സുഭാഷ് ചേട്ടൻ്റെ അടിപൊളി ചായ കുടിച്ച് കഴിഞ്ഞാൽ ആ ദിവസം പിന്നെ എല്ലാം ഡബിൾ ഓക്കെയാണ്. അങ്ങനെ ഇവിടെ ഹോസ്റ്റലിലെ ഫുഡും കാര്യങ്ങളൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്ര വലിയ ഇതൊന്നും അല്ലെന്ന്. അങ്ങനെ നിധി ചായ കുടിക്കാനായിട്ട് ചെന്നു. ജീവിതത്തിൽ ഇത്രയും മോശപ്പെട്ടൊരു ചായ നിധി കുടിച്ചിട്ടില്ല. ആ സമയം സുഭാഷ് ചേട്ടൻ്റെ ചായ വീണ്ടും ഓർക്കുകയാണ് നിധി. നിധിക്ക് എന്ന് വെച്ചാൽ ഇത്രയും മോശം ഫുഡൊക്കെ ആയിരിക്കുമെന്ന് നിധി ഒരിക്കലും കരുതിയില്ല. നിധി നേരെ റൂമിൽ വന്നിട്ട് ആ ജനലിൽ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ കാണാം വെളിയിൽ ഭാസ്കരൻ വന്ന് താഴെ നിൽക്കാൻ കേട്ടോ. നിധി ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ്റെ അടുത്ത് എനിക്ക് എന്താ വെച്ചാൽ ഇത്രയും രാവിലെ ഈ നേരത്തൊന്നും അച്ഛൻ അങ്ങനെ, അതേ മോളെ നിന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം, അച്ഛൻ അകത്തോട്ട് കയറാൻ പറ്റില്ല, അത് സാരമില്ല നമുക്ക് ഇവിടെ ഇന്ന് സംസാരിക്കാമെന്ന് ഭാസ്കരൻ പറയും. അങ്ങനെ ഭാസ്കരൻ നിധിയോട് പറയുന്നുണ്ട്, അതായത് ഈ തെറ്റൊക്കെ, അതായത് സുധീഷ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ കാരണം ഞാനാണ്. കാരണം വേറൊന്നുമല്ല, അവനെ ഞാൻ പറഞ്ഞിങ്ങനെ ഇതാക്കി. കാരണം വെച്ചാൽ നീ അവളെ കയറ്റി താലി കെട്ടിയ ആളല്ലേ, നീ മാറിക്കിടക്കണം എന്തിനാ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവനതൊരു വാശിയായിപ്പോയി. പിന്നെ ആ മദ്യം കഴിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് മോളെ, അപ്പം നീ ഒന്ന് ക്ഷമിക്കണം, നീ തിരിച്ച് വീട്ടിലോട്ട് വരണം, ഇനി അങ്ങനെ അവൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല. അച്ഛൻ എന്നാൽ ആ ചെയ്തത് തെറ്റായിപ്പോയി, പക്ഷേ ഞാൻ ഒരിക്കലും ഇനി ആ വീട്ടിലോട്ട് വരുന്നില്ല അച്ഛാ. കാരണം എനിക്ക് ആ വീട്ടിലെ പറ്റില്ല. എനിക്കങ്ങനെ അത് അവിടെ വന്ന് നിന്നാലും ശരിയാവില്ല. അച്ഛൻ സുധീഷിന് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന് തന്നെ നിധി പറയും കേട്ടോ. ഭാസ്കരൻ വീണ്ടും നിധിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും, മോളെ നീ വാ മോളെ, നിൻ്റെ സ്വന്തം വീടല്ലേ. കാരണം ഭാസ്കരന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിധീനെ. പക്ഷേ നിധി പറഞ്ഞു ഇല്ല അച്ഛൻ ഞാൻ വരില്ല എന്ന് എന്നെ തീർത്തു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഏകദേശം ഒരു സീനൊക്കെയാണ് നാളെ വരാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ സുധീഷ് സോറി പറഞ്ഞ് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ നിധി ശരിക്കും ഒരു മൂകതയായിപ്പോയിട്ടോ. ആരും അറിയാവുന്ന ആരുമില്ല, എല്ലാം കൊണ്ട് ഒറ്റപ്പെട്ടു പോയി നിധിക്ക്. ആകെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും സുഭാഷും നികേഷും അവർക്ക് ആ രാത്രി അവർ നേരം ഇരുട്ടി വെളുപ്പിച്ചത് വല്ലാത്തൊരു ഇതായിരുന്നു. നികേഷ് കുറേ കരഞ്ഞു, സുഭാഷ് കുറേ പറഞ്ഞ് അവനെ മനസ്സിലാക്കുന്നുണ്ട്. എടാ എന്നായാലും നിധി പോകും, ഇങ്ങനൊരു സാഹചര്യത്തിൽ ആ കുട്ടി പോകുമെന്ന് വിചാരിച്ചില്ല, എന്തായാലും നീ അതൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് നികേഷിനെയൊക്കെ ആക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ എല്ലാവരും കുറ്റപ്പെടുത്തലും കേട്ട് കേട്ട് മാനസികമായിട്ട് ആകെ തളർന്ന് അത് വേറൊരു അവസ്ഥയിൽ. അപ്പോൾ ഇതൊക്കെയാണ് കാട്ടിത്തെ കിളിക്കൂടിൽ ഏകദേശം വരുന്ന ഒരു പ്രൊമോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.